ചൊരണ്ട് മലയാളി ചൊരണ്ട്, സ്വർണവർഷം നിന്നെ കാത്തിരിക്കുന്നു. എന്താ സ്വർണം കിട്ടാനും സമ്മതിക്കല്ലേ ഇയാള്? തങ്കപ്പൻ ഇരിയടോ. വേണ്ട സാറേ, സാർ എനിക്ക് ഒരുപാട് ഫ്രീഡംസ് തന്നിട്ടുണ്ടെങ്കിലും ഞാൻ എന്റെ റെസ്പെക്ടാലിറ്റി നോക്കണ്ടേ? തെറ്റിയല്ലേ? തെറ്റി സാർ. എടോ, ഞാൻ കേട്ടത് നേരാണോ? സാറെന്താ കേട്ടതെന്ന് ഞാൻ കേട്ടില്ലല്ലോ. കണ്ടാ, ഞാൻ ഇന്നലെ ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നെന്ന് ആ മണ്ഡലം സെക്രട്ടറി വിജയകുമാറും പങ്കയാശനും വിളിച്ചു ചോദിച്ചപ്പോ താൻ പറഞ്ഞു. അത് പിന്നെ അവര് വിളിച്ച് രാത്രി 10 മണിക്കാ. സാർ ഇന്നലെ പേഴ്സണൽ ഗസ്റ്റ് ഹൗസിലായിരുന്നല്ലോ, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ. അതവൻ പറഞ്ഞത് നേരാ. ഗസ്റ്റ് ഹൗസിൽ ചെന്നാ 8 മണിയാവുമ്പോഴേക്കും സാർ ഔട്ട് ഓഫ് റേഞ്ച് ആവും. 9 മണിയായാല് സ്വിച്ച് ഓഫ് ആവും. അല്ല, ഈ വീക്ക്നെസ് ഒന്നും നമ്മുടെ അണികൾക്ക് അറിയില്ലല്ലോ. അറിഞ്ഞാലും നടേശൻ ഒരു ചുക്കുമില്ല. തങ്കപ്പ, എന്തോ ഈ മന്ത്രിപ്പണി എന്ന് പറയുന്നത് തന്നെ പോലെ ചുമ്മാ MLA പണിയല്ല. നാട്ടുകാരോടും കൂട്ടുകക്ഷികളോടും പ്രതിപക്ഷത്തോടും ഒക്കെ വികസനം എന്ന് പറഞ്ഞ് വായിട്ടലിച്ച് ഓരോ പദ്ധതികൾ ഉണ്ടാക്കി 10 കാശുണ്ടാക്കുമ്പോ മനുഷ്യന്റെ ഊപ്പാട് വരും. അപ്പൊ ചില വീക്ക്നെസ്സുകളൊക്കെ ആകാം. ഈ ടെൻഷന്റെ ഇടയിൽ ചില റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? ഏത് അതെ, മറ്റു മന്ത്രിമാരെ പോലെ അത്ര വലിയ കുഴപ്പമൊന്നും നടേശൻ സാറിനില്ല. വെറും സിമ്പിൾ 3 വീക്ക്നെസ്. MPL. അതെന്നത് MPL? ഞാൻ പുതുതായിട്ട് കേൾക്കാണല്ലോ. മണി, പവർ ആൻഡ് ലേഡീസ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പേ. പണം, പദവി, പെണ്ണ്. മുഴുവൻ വീക്ക്നെസ്സുകളുള്ള മന്ത്രിമാരുടെ ഇടയിൽ വെറും 3 വീക്ക്നെസ് ഉള്ള ഞാൻ ആദർശിച്ചിരുന്നല്ലോടോ. അല്ലേലും ഇച്ചിരി വീക്ക്നെസ് ഇല്ലാത്തവരായിട്ട് ആരാ ഉള്ളേ? അതുള്ളതാ. ദേവലോകം ഭരിച്ചിരുന്ന ഹൈക്കമാൻഡ് ദേവേന്ദ്രൻ വരെ എത്ര പെണ്ണുങ്ങളാണ് പീഡിപ്പിച്ചിട്ടുള്ളത്. അതെ, ദേവേന്ദ്രൻ ആയതുകൊണ്ട് അത് എഴുതി തള്ളി. ഈ പെണ്ണുങ്ങളൊക്കെ കേസ് കൊടുക്കാൻ പോയ ദേവേന്ദ്രന്റെ സ്ഥിതി എന്താകും? ഇത് ചുമ്മാ മോഹം കൊണ്ടൊന്ന് കൈമാറി കയറി പിടിച്ചു വെച്ച്. അല്ല, എനിക്ക് അറിയാൻ മേലാ ഞാൻ ചോദിക്കുക. IAS-കാരും IPS-കാരും പിടിച്ചോ മന്ത്രി പറഞ്ഞു ക്യൂ നിൽക്കുക. അപ്പൊ പിന്നെ ബഹളം വെക്ക ഇവിടെ മോണിക്ക വിസ്കിയ. തെറ്റിയല്ലേ? തെറ്റി. മോണിക്ക 11. നടേശൻ സാറ് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലയോ? ഇല്ലേൽ അവളുടെ പില്ലർ അടിച്ചതൊക്കെ ഫൗണ്ടേഷൻ ഞാൻ ഇളക്കത്തില്ലായിരുന്നോ? അതൊന്നും വേണ്ട പാപ്പച്ച. അല്ലാതെ തന്നെ ഞാൻ അവളെ എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി. മിനിസ്റ്റർ നടേശൻ ഒന്ന് ആഗ്രഹിച്ചാൽ അത് നേടിയേ അടങ്ങും. കേസിന്റെ വിധിയൊന്ന് വന്നോട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എടാ, ഇരിക്കാൻ. ഇനി ആരും ഒരക്ഷരം പോലും മിണ്ടിപ്പോവാൻ. ക്ഷമിക്കണം, മുഖ്യമന്ത്രിക്ക് പകരം ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിയാണ് മക്കളെ വരുന്നത്. അച്ചോ, ഇതും മാസ്ക് ആണോ? മാസ്ക് അല്ലടാ, കോപ്പി. ഒറിജിനൽ മന്ത്രിയാ വരുന്നത്. അല്ലടോ? അതെ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി സാക്ഷാൽ ശ്രീ നടേശൻ സാറിനെയും അദ്ദേഹത്തോടൊപ്പം MLA സാക്ഷാൽ SA തങ്കപ്പനെയും PA ദാസപ്പനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ, ആഴക്കടലിൽ നീന്തുന്ന കൊച്ചു ചാള കുഞ്ഞുങ്ങളെ പോലെ ഈ വലിയ എഡ്യൂക്കേഷനിൽ തുള്ളിക്കളിക്കുന്ന സ്റ്റുഡൻസുകളെ സന്തോഷം കണ്ട നമ്മുടെ പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രി നടേശൻ സാറിന് സാഗര പോലെ പ്രസംഗിക്കാനുള്ള ചാലു തുറക്കലാണ് എന്റെ ജോലി. അതിലെനിക്ക് അഭിമാനമുണ്ട്. പ്രിയമുള്ളവരെ, ഞാനും എന്റെ പാർട്ടി SDCP-യും ഇന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം സുനാമി തിര പോലെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും നടേശൻ സാറിനെ തുടച്ചു മാറ്റുമായിരുന്ന ഒരു വലിയ കേസിന്റെ വിജയമറിച്ച സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. കടലമ്മയുടെ കൃപയാൽ കോടതി നടേശൻ സാറുടെ കൈകൾ പരിശുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി തോൽവി എന്തെന്നറിയാതെ ഈ രാജ്യം ഭരിച്ച് ഒരു നിലയിലാക്കിയ നമ്മുടെ അഭിമാന സ്തംഭനമാണ് നടേശൻ സാറ്. ഇനിയും ഇതുപോലെ 100 കേസുകൾ ഉണ്ടാക്കട്ടെ എന്നും അതെല്ലാം വിജയിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ജയ് ജയ് SDCP. ജയ് ജയ് SDCP. ജയ് ജയ്. ബഹുമാനപ്പെട്ട ഫാദർ കച്ചറത്തറ, മറ്റു ഗുരുക്കന്മാരെ, രക്ഷകർത്താക്കളെ, പ്രിയ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട CM-ന് അത്യാവശ്യമായി ഡൽഹി പോകേണ്ടി വന്നതിനാൽ ഇവിടുത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഏൽപ്പിച്ച അനുസരിച്ച് വന്നതാണ് ഞാൻ. MLA തങ്കപ്പൻ പറഞ്ഞതുപോലെ ഞാൻ ഇന്നേറെ സന്തോഷവാനാണ്.
സത്യാന്വേഷിയായിരുന്ന മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടരുന്ന ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. ആ എന്നെ ഒരിക്കലും ദൈവവും നിങ്ങളും കൈവിടില്ല. അതാണ് എന്റെ സന്തോഷം. നാടിനു വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ളവർക്കെതിരെ അധികാര കൊതിയന്മാർ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികം. പക്ഷേ നമ്മുടെ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമുക്കത് സഹിക്കാനാവുമോ? അതും സ്വന്തം വകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ട തസ്തിക കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീ. എന്റെ സ്റ്റാഫ് എന്ന പദവി ദുരുപയോഗപ്പെടുത്തി ആ സ്ത്രീ നടത്തിയ അഴിമതി ഞാൻ കണ്ടെത്തി താക്കീത് ചെയ്തപ്പോൾ സുന്ദരിയായ വിധവ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിക്ക് കളങ്കമുണ്ടാക്കും വിധം ശാരീരിക ചേഷ്ടകൾ കാട്ടി എന്നെ പ്രലോഭിപ്പിച്ച് വശീകരിക്കാനാണ് ശ്രമിച്ചത്. ഈ വിദ്യ ഇതിനു മുമ്പും പലരോടും പല പ്രാവശ്യം ആ സ്ത്രീ പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനതിന് വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ ഒരു അഭിസാരികയുടെ ചാരിത്ര പ്രസംഗം പോലെ ഇല്ലാത്ത പീഡനത്തിന്റെ കഥ പറഞ്ഞ് എന്റെ പേരിൽ ഒരു അപകീർത്തി കേസ് നൽകി. പക്ഷേ സത്യം ജയിച്ചു. കോടതിക്ക് എന്റെ നിരപരാധിത്വം ബോധ്യമായി. ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും എനിക്ക് അവരോട് പ്രതികാരമില്ല. ചെയ്ത തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് മാപ്പപേക്ഷിച്ചാൽ എല്ലാം മറക്കാനും പൊറുക്കാനും ഞാനിപ്പോഴും തയ്യാറാണ്. പക്ഷേ ഇനിയെങ്കിലും സ്വന്തം സൗന്ദര്യം മാന്യമായി ജീവിക്കുന്നവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കരുതെന്നും മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് ഒരു കുലടയായി ജീവിച്ച് ഈ സമൂഹത്തെ നശിപ്പിക്കരുതെന്നും ഈ അവസരത്തിൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. ആഘോഷങ്ങൾക്കെല്ലാം എന്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് അപ്പോഴേ പറയുന്നല്ലേ വരുന്നില്ലെന്ന്. അമ്മ കരയരുത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ കരുതിയില്ല. സാരമില്ല, അമ്മ വീട്ടിലേക്ക് പോവുക. സമ്മാനം വാങ്ങിയിട്ട് വന്നാ മതി. വേണ്ട, അയാളുടെ കൈകൊണ്ട് തരുന്ന സമ്മാനം എനിക്ക് വേണ്ട. അങ്ങനെ പറയരുത്. കോളേജിന്റെ വക നിനക്ക് തന്ന അംഗീകാരമാ. മോൻ ഒരുപാട് ആശിച്ചതല്ലേ, വേണ്ടാന്ന് വെക്കരുത്. അടുത്തതായി സമ്മാനദാനമാണ്. കായിക കലാമത്സരങ്ങളിൽ ചെല്ല്. വിജയികളായ വിദ്യാർത്ഥിനികളെ അയ്യോ, സമ്മാനം ഏറ്റുവാങ്ങാൻ കരയരുത്. എന്റെ മോൻ നല്ല സ്മാർട്ടായിട്ട് രാജകുമാരനെ പോലെ തല ഉയർത്തിപ്പിടിച്ച് ചെന്ന് സമ്മാനം വാങ്ങിക്കണം. എന്നിട്ട് വീട്ടിൽ ഉടനെ എത്തണം. അമ്മ കാത്തിരിക്കും. ഉടനെ തന്നെ പോകേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക.